ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി രാജ്യത്തെ അധികാരത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് BJP. തെരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയം നേടുമെന്ന് പ്രധാനമന്ത്രി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. പ്രതിപക്ഷത്തിന് പോലും BJPയും അല്ലെങ്കിൽ NDAയും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്നതിൽ പ്രതിപക്ഷത്തിന് പോലും തർക്കമില്ല. എന്നാൽ റെക്കോർഡ് വിജയം നേടണം, അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതാക്കളും ആഗ്രഹിക്കുന്നത്. NDA 400 എന്ന കടമ്പ കടക്കണം. BJPക്ക് മാത്രമായി ലോക്സഭയിൽ 370 സീറ്റുകൾ നേടണം. അതിനുവേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് BJP. ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ BJPയുടെ കരുത്തെന്ന് പറയുന്നത് യുവജനങ്ങളാണ്, ആദ്യ വോട്ടർമാർ. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആദ്യ വോട്ടർമാരെ കേന്ദ്രീകരിച്ച് ആണ് BJPയുടെ പ്രധാന പ്രവർത്തനങ്ങൾ നടന്നു വന്നത്. ആദ്യ വോട്ടർമാരെ ഒരിക്കൽ കൂടി ചാക്കിട്ട് പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളിലുമാണ് BJP. എൻ്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിന് വേണ്ടി, മേരാ പഹല വോട്ട് ദേശ് കെ ലിയെ എന്ന ക്യാമ്പയിൻ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJPയുടെ ദേശീയ നേതൃത്വം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇതിന് തുടക്കമിട്ട് കഴിഞ്ഞു. മേരാ പഹല വോട്ട് ദേശ് കെ ലിയെ, ഇത് യുവജനങ്ങളിൽ പരമാവധി എത്തിക്കുക. എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് എന്ത് മൂല്യങ്ങൾക്ക് വേണ്ടിയാണ്? വോട്ട് ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ്? രാജ്യത്ത് സമ്മതിദാനാവകാശം എന്നത് ഒരു പൗരൻ്റെ ഏറ്റവും വലിയ ധർമ്മമാകുന്നത് എങ്ങനെയാണ്? ഇത്തരത്തിലുള്ള ഒരു വോട്ടറോട് ആ വോട്ടിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി സംവദിക്കുകയാണ് ഈ ക്യാമ്പയിനിലൂടെ BJP ലക്ഷ്യമിടുന്നത്. ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ അവബോധം വളർത്താനും യുവ വോട്ടർമാരെ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ എന്ന പേരിലുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ മേരാ പെഹല വോട്ട് ദേശ് കെ ലിയെ ഗാനം തൻ്റെ X ഹാൻഡിലിൽ പങ്കിടുകയും എല്ലാവരോടും അത് പങ്കിടാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ പങ്കാളിത്തമുള്ളതാക്കാം. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകളോട് അവരുടെ സ്വന്തം ശൈലിയിൽ ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്കിടയിൽ സന്ദേശം പ്രചരിപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും കേന്ദ്രമന്ത്രിയുടെ പോസ്റ്റിനോട് പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. നമുക്കറിയാം, ചെറുപ്പക്കാരായ വോട്ടർമാർ, ആ ചെറുപ്പക്കാരായ വോട്ടർമാരാണ് പ്രധാനമായും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിധി തന്നെ നിർണ്ണയിക്കുന്നത്. ആദ്യ വോട്ടർമാരുടെ പ്രതീക്ഷകൾ, അവരുടെ സങ്കല്പങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് പരമ്പരാഗതമായ രീതിയിൽ വോട്ട് ലഭിക്കുന്ന മാർഗങ്ങളിലൂടെ അവരുടെ ചിന്തകളെ, അവരുടെ ആശയങ്ങളെ ഒന്നും സ്വാധീനിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് BJP അവിടെ വളരെ വ്യത്യസ്തമായ ചില തന്ത്രങ്ങൾ ഒരുക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ യുവ വോട്ടർമാരെ സ്വാധീനിക്കാനായി BJPയും NDAയും നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും വിജയിച്ചിരുന്നു. അത് ഓരോ തെരഞ്ഞെടുപ്പിലെയും റിസൾട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിന് സമാനമായ പുതിയൊരു നീക്കമാണ് ഇവിടെ നടക്കുന്നത്. യുവ വോട്ടർമാരെ ചാക്കിട്ട് പിടിക്കാൻ, യുവ വോട്ടർമാരെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള വലിയ പരിശ്രമം BJP നടത്തുന്നു. ആ പരിശ്രമത്തിന് BJPക്ക് റിസൾട്ട് ഉണ്ടാകും. 400 എന്ന കടമ്പ NDA കടക്കണമെങ്കിൽ ഇത്തരത്തിൽ സമഗ്രമായ രീതിയിൽ സമസ്ത മേഖലകളിലുമുള്ള വലിയ സ്വാധീനം ഉണ്ടാക്കണം, സമഗ്രമായ ആധിപത്യം സ്ഥാപിക്കണം. ഇതാണ് BJP ലക്ഷ്യമിടുന്നത്. അതേസമയം രാജ്യത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BJP അത്ഭുതകരമായ വിജയം നേടുമെന്ന് സകലമാന അഭിപ്രായ സർവേകളും ഇതിനകം പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്ത തരത്തിലുള്ള ഒരു വിജയമായിരിക്കും BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ലഭിക്കുക. കാരണം സമീപകാല സാഹചര്യങ്ങളൊക്കെ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രതിപക്ഷത്തിൻ്റെ സഖ്യമായിരുന്ന ഇന്ത്യ മുന്നണി തകർന്നു തരിപ്പണമായിരിക്കുന്നു. NDAയോ BJPയോ എതിരിടാൻ പറ്റിയ ശക്തി ഇല്ലാത്ത പ്രതിപക്ഷമായി രാജ്യത്തെ പ്രതിപക്ഷം മാറിയിരിക്കുന്നു. കൂട്ടുമുന്നണി സംവിധാനമില്ല, ഒത്തൊരുമയില്ല, എല്ലാവർക്കും അധികാരമുഖമാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രിയാവണം, രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകണം, അതുപോലെ അരവിന്ദ് കെജ്രിവാളിന് പ്രധാനമന്ത്രിയാകണം, അതുപോലെ അഖിലേഷ് യാദവിന് പ്രധാനമന്ത്രിയാകണം. എന്തിനേറെ പറയുന്നു, ഇങ്ങ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെതിരെ പ്രധാനമന്ത്രിയായാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ എന്തെടുത്തിട്ടാണ് പ്രധാനമന്ത്രി ആവുക? പ്രധാനമന്ത്രി കസേര മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പ്രധാനമന്ത്രി കസേരയിലേക്ക് ഇരിക്കണമെങ്കിൽ അതിന് ആവശ്യമായ ജനപിന്തുണ വേണ്ടേ, ജനസമ്മതി വേണ്ടേ, ലോക്സഭയിൽ ആവശ്യമായ സീറ്റ് വേണ്ടേ? അപ്പോൾ സീറ്റ് നേടാനുള്ള പ്രയത്നങ്ങളല്ല, മറിച്ച് ഇത്തരം അത്യാഗ്രഹങ്ങൾ മാത്രമാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. തെരഞ്ഞെടുപ്പിന് ഏറെ മുമ്പ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി എന്ന സഖ്യം ഉണ്ടാക്കിയത്.
BJP ഇതര സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി BJPയെ വെറുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പര വൈരം മറന്നൊന്നിച്ചു. കേരളത്തിലെ കോൺഗ്രസും CPM അടക്കമുള്ളവർ ഒന്നിച്ച് ഒരു ഇന്ത്യ മുന്നണി എന്ന തട്ടിക്കൂട്ട് സഖ്യമുണ്ടാക്കി. അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? പൊട്ടിത്തകർന്നിരിക്കുന്നു. അധികാരമോഹം പിടിച്ച് അധികാരമത്ത് പിടിച്ച് നേതാക്കന്മാർ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് ആ മുന്നണി തകർന്നടിച്ചിരിക്കുന്നു. അപ്പോൾ BJPയുടെ കഴിവ് ഒരു ഭാഗത്ത്, നരേന്ദ്രമോദിയുടെ കരിസ്മാറ്റിക് ഇമേജ് ഒരു ഭാഗത്ത്, അതിനുമപ്പുറം പ്രതിപക്ഷത്തിൻ്റെ കഴിവില്ലായ്മ കൂടി ചേരുമ്പോഴാണ് BJPയുടെ വിജയം ഇത്രത്തോളം ആധികാരികമാകുന്നത്. അത് പറയാതെ വയ്യ. കഴിവുകെട്ട ഒരു പ്രതിപക്ഷം രാജ്യത്ത് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് BJP അല്ലെങ്കിൽ NDA അതിദീർഘമായ ഒരു വിജയത്തിലേക്ക് സുനിശ്ചിതമായി നടന്നെടുക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം BJPയെയും NDAയെയും പരീക്ഷിക്കാൻ പോലും കഴിയാത്തൊരു പ്രതിപക്ഷമാണ്. ഏതെങ്കിലും തരത്തിൽ അവരോടൊന്ന് ബലപരീക്ഷണം നടത്താൻ പോലുമുള്ള ആയുസ്സോ അല്ലെങ്കിൽ ബലമോ അല്ലെങ്കിൽ ശക്തിയോ ഇല്ലാത്തൊരു പ്രതിപക്ഷമാണ് രാജ്യത്ത് നിൽക്കുന്നത്. അതേസമയം സമഗ്രമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വടക്കും തെക്കും സഞ്ചരിച്ചുകൊണ്ട് എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്രമോദിയും BJPയും. ഇന്നിപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നു നരേന്ദ്രമോദി. കേരള സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളുടെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി. ഇവിടെ പരസ്പരം പോരടിക്കുകയാണെങ്കിൽ കേരളത്തിന് പുറത്തു വന്ന ചങ്ങാതിമാരാണ്, ഉറ്റ സുഹൃത്തുക്കളാണ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ CPMഉം. അപ്പോൾ അവർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്, ഇവർ രാഷ്ട്രീയപരമായി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി തൊട്ടടുത്ത് പോകുന്നത് ജമ്മു കശ്മീരിലേക്കാണ്. മാർച്ച് മാസം 17 മുതൽ മാർച്ച് മാസം 7-നും 15-നും ഇടയിൽ ജമ്മു കശ്മീർ താഴ്വരകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തും. ജമ്മു കശ്മീരിൻ്റെ മുഖച്ഛായ മാറ്റിയ ഒരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്നതിൽ സംശയമില്ല. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതോടുകൂടി ജമ്മു കശ്മീരിൻ്റെ തലവര മാറിയിരിക്കുന്നു. ജമ്മു കശ്മീർ ഒരു സമാധാന സംസ്ഥാനമായി മാറിയിരിക്കുന്നു. തീവ്രവാദത്തിൻ്റെ വേരോടിയ ജമ്മു കശ്മീരിൽ ഇപ്പോൾ വികസനത്തിൻ്റെ കുതിപ്പാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായി ജമ്മു കശ്മീർ മാറിക്കൊണ്ടിരിക്കുന്നു. അതിവേഗം വളരുന്ന പദ്ധതികൾ ജമ്മു കശ്മീരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബുള്ളറ്റ് ട്രെയിൻ അടക്കം, അതിവേഗ ഇലക്ട്രിക് ട്രെയിൻ അടക്കം വലിയ പദ്ധതികളാണ്, 32,000 കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ജമ്മു കശ്മീരിൽ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു കാലത്ത് ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ജമ്മു കശ്മീർ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വിഘടനവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കേന്ദ്രമായി മാത്രം മുദ്ര കുത്തിയിരുന്ന ജമ്മു കശ്മീരിനെ ഇപ്പോൾ കാണുന്ന സമാധാനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്ത് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ആ സംസ്ഥാനത്ത് നിന്ന് വലിയ വിജയം നേടാനാകുമെന്നും BJP കണക്ക് കൂട്ടുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ജമ്മു കശ്മീരിലേക്ക് യാത്ര തുടരുന്നത്. ജമ്മു കശ്മീരിൽ ശ്രീനഗറിൽ പ്രധാനമന്ത്രി വലിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനപ്പുറം പാക് അധീന കാശ്മീരാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പലതവണ ഇതിനു മുൻപ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ പ്രഖ്യാപനം ഒരിക്കൽ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ എല്ലാ തരത്തിലും തന്ത്രപരമായി നേരിടുകയാണ് BJPയും NDAയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ഇത്തരത്തിൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 400 എന്നുള്ളത് അസാധ്യമായൊരു കടമ്പയാണെന്ന് കരുതാനുമാകില്ല.